ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പബ്ജി മൊബൈൽ ലൈറ്റിലെ ഹാക്കേഴ്സിനെ എങ്ങനെ കൊല്ലാമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റിൽ തന്നെ കുറേ ഹാക്കേഴ്സ് ഉണ്ട്. നമ്മുടെ കളർ ഹാക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാൾ ഹാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് ഹാക്കിംഗ് ഉണ്ട്. അങ്ങനെ കുറേ ഹാക്കിംഗ് ഉണ്ട്. ഇപ്പോൾ എയിംബോട്ട് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഹാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അതുപോലെ തന്നെ ആ ഹാക്കേഴ്സിൻ്റെ കില്ല് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് വാൾ ഹാക്കിംഗ്. അപ്പോൾ വാൾ ഹാക്കിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ക്യാമ്പ് ചെയ്യുകയായിരിക്കും. അപ്പോൾ നമ്മൾ വാളിൻ്റെ ഉള്ളിൽ കവറിൽ ഇരിക്കുകയായിരിക്കും, പക്ഷേ നമ്മളെ അവരെ അടിച്ചിടും. കാരണം അവർക്ക് പെട്ടെന്ന് അടിച്ചിടാൻ കഴിയും. വാൾ ഹാക്കിംഗ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരു ചുമരിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് കയറുന്ന ഒരു വിദ്യയാണ് വാൾ ഹാക്കിംഗ്. അപ്പോൾ ഇതെങ്ങനെ തടയാമെന്നാണ്. അതിനുവേണ്ടി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ വീഡിയോയിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഈ ചുമരിൻ്റെ ബാക്കിൽ നിന്നു. അപ്പോൾ അവർക്ക് കറക്റ്റ് അടിച്ചിടാൻ കഴിയും. കാരണം നമ്മൾ ഒറ്റൊരു ചുമരിൻ്റെ ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അത്ര സേഫ് അല്ല. ഇനി നിങ്ങൾ രണ്ട് ചുമരിൻ്റെ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങൾ അടിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മാക്സിമം പരിധി ഒരു ഉണ്ട കയറുക ഒരു വാളിൽ കൂടെയാണ്. അപ്പോൾ രണ്ടാമത്തെ വാള് അവർക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വാൾ ഹാക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സേഫായി രക്ഷപ്പെട്ടു. ഇനി അടുത്തൊരു ഹാക്കിംഗ് ആണ് എയിംബോട്ട്. എയിംബോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ വെടിവെക്കുകയാണെങ്കിൽ അയാളുടെ പുറകെ തന്നെ ആ എയിം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും വാൾ ഹാക്കിങ്ങും ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ വാൾ ഹാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് ചുമരിൻ്റെ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ വലിയ സീനില്ല. പക്ഷേ അവർ കയറി വന്ന് അടിക്കുകയാണെങ്കിൽ ഹാക്കേഴ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാക്കേഴ്സിന് വലിയ കളിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് അവർ ഹാക്കിങ് യൂസ് ചെയ്യുന്നത്. കാരണം കളിക്കാൻ അറിയുമെങ്കിൽ അവർക്ക് ഹാക്കിങ്ങിൻ്റെ കാര്യമില്ല. അവർക്ക് നേരായ രീതിയിൽ കളിച്ച് ജയിച്ചാൽ മതി. അപ്പോൾ അവർക്ക് ഒരിക്കലും ക്ലോസ് കോമ്പാക്റ്റിൽ നമ്മൾ അടിച്ചിടാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വാൾ ഹാക്കിങ്ങും അതുപോലെ തന്നെ എയിംബോട്ടും അടുപ്പിച്ചുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താക്കുക, കവർ എടുക്കുക, രണ്ട് ചുമരിൻ്റെ കവർ എടുക്കുക. അപ്പോൾ അവർ അടുത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് മാക്സിമം അടുത്തേക്ക് പോവുക, അതിനുശേഷം അടിച്ചിടുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാക്കേഴ്സിനെ പെട്ടെന്ന് കൊല്ലാൻ കഴിയും. കാരണം അവർക്ക് അധികം കളിക്കാൻ അറിയുന്നുണ്ടാവില്ല. ഇനി അടുത്തൊരു ഹാക്കിംഗ് ആണ് ഡ്രോൺ ഹാക്ക്. എന്ന് വെച്ചാൽ ഒരാൾ നല്ല ഹൈറ്റ് ചാടുക, അങ്ങനെയൊക്കെ കുറച്ച് ഹാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്നൊന്നും അടിച്ചിടാൻ കഴിയില്ല. കാരണം അവർക്ക് കളിക്കാൻ അധികം അറിയലുണ്ടാവില്ല. അവർ ചാടി നമ്മളുടെ മേത്തേക്ക് വരികയാണെങ്കിലും നമുക്ക് ജസ്റ്റ് അടിച്ചിടാൻ കഴിയും. അപ്പോൾ പബ്ജി മൊബൈൽ ലൈറ്റിൽ അത് വലിയൊരു സീനുള്ള ഹാക്കിംഗ് അല്ല. അപ്പോൾ ഡ്രോൺ ഹാക്ക് നിങ്ങൾ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹാക്കേഴ്സിന് വലിയ കളിക്കാൻ അറിയാത്തതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ഹാക്കിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു ഹാക്കാണ് റീകോയിൽ ഹാക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണ് ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ AKM ഒക്കെ ആണെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന കാണാം. അതുപോലെ തന്നെ എല്ലാ ഗൺസിനും കുറച്ച് വീതം ഉണ്ട്. അപ്പോൾ ആ ഒരു മുകളിലോട്ട് പൊങ്ങലുണ്ടാവില്ല. കറക്റ്റ് നമ്മളുടെ ഹെഡിലാണ് വെച്ചെങ്കിൽ ആ ഹെഡിൽ നമ്മൾ വെടിവെച്ച് കഴിയുന്നവരെ ആ ഹെഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് വലിയൊരു സീനുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഹാക്ക് വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രോൺ ചെയ്യുക, അല്ലെങ്കിൽ ക്രൗച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ എയിം തെറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ അവരെ അടിച്ചിടുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അടിച്ചിടാൻ കഴിയും. അപ്പോൾ ഇതൊരു നല്ല ട്രിക്കാണ്. ഇനി അവസാനത്തെ ഹാക്കറാണ്. ഈ മൊത്തം ഹാക്കിങ്ങും ഒറ്റൊരു ഗെയിമിൽ തന്നെ എല്ലാ ഹാക്കിങ്ങും യൂസ് ചെയ്യുന്ന ഒരുത്തൻ. അപ്പോൾ അവനെ നമ്മളെങ്ങനെ കില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവനെ ക്ലോസ് കോമ്പാക്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ അടിച്ചിടാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് ദൂരം നിന്നോ അല്ലെങ്കിൽ കുറച്ചൊരു മീഡിയം ദൂരത്തിൽ നിന്നുമാണ് കിട്ടുന്നതെങ്കിൽ അവന് ഉറപ്പായിട്ട് നമ്മൾ അടിച്ചിടും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ എടുത്തൊന്ന് ഓടിച്ച് നോക്കുക, എന്നാലും രക്ഷയൊന്നുമില്ല. ഉറപ്പായിട്ട് നമ്മളവൻ കില്ലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സ്പെക്റ്റേറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ആ പ്ലെയറിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിടുക. അപ്പോൾ അങ്ങനെ കുറേ ആൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അക്കൗണ്ട് ബാനായി പോകും. പിന്നെ അവൻ ആ പരിപാടിക്ക് നിൽക്കില്ല. അതപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ബാൻ ആവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിടുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടിപ്സ്. അപ്പോൾ നമ്മുടെ ഹാക്കിംഗ് ഉണ്ടാക്കുന്ന കുറേ ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ ഹാക്കിംഗ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.